Yes, good evening. Good evening, sir. Good evening, sir. Good evening. sir. എന്തൊക്കെയുണ്ട് വിശേഷം? Good evening, sir. Yes, good evening. Fine, sir. Good Okay, evening, okay, 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 okay. ആരാണ് ഇന്നത്തെ ലീഡർ? Good evening, sir. ഗുഡ് ഈവനിങ്. വാവയുടെ പേരെന്താണ്? R. Anaditi. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ് നെയിം. Thank you. വെൽക്കം. സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട്. ഓക്കെ സിജി. ഓക്കെ 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 ഓക്കെ. സ്റ്റാർട്ട്. അപ്പൊ ഇന്ന് നമുക്ക് യൂണിറ്റ് 12 കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എടുക്കാം. യൂണിറ്റ് 12 കേട്ടോ. യൂണിറ്റ് 12 പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ടിസിപ്പിൾ. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ടേം പാർട്ടിസിപ്പിൾ. യൂണിറ്റ് 12 പാർട്ടിസിപ്പിൾ. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണ് പാർട്ടിസിപ്പിൾ എന്ന് അറിയാമോ? പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ ഫോം ഓഫ് വെർബ്. It is a form of verb which is used as adjective or verb. Participle എന്ന് പറയുന്നത് വെർബിന്റെ ഒരു ഫോമാണ്. അത് വെർബായിട്ടോ അഡ്ജക്റ്റീവ് ആയിട്ടോ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് വെർബ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഐദർ അഡ്ജക്റ്റീവ് or verb, that is called participle. Okay, participle നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. We can divide participle into two. One is called present participle. Next one is called past participle. ഒന്നുകൂടി പറയുന്നു, പാർട്ടിസിപ്പിളിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, അടുത്തതിനെ പറയുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ എടുക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു വെർബിന്റെ ഫോമാണ്, വേറൊരു ഫോമാണ് ഈ പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നുകിൽ അഡ്ജക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ വെർബായിട്ടോ ഉപയോഗിക്കുന്നു. പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും അടുത്തതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുന്നു. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. തൽക്കാലം നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അതവിടെ ഒരു ബേസിക് അവിടെ എടുക്കട്ടെ. ഇനി വേറൊരു അറ്റത്ത് നിന്ന് ആരംഭിക്കാം. നമുക്കറിയാം ഇംഗ്ലീഷില് ഏതൊരു വെർബ് എടുത്തു കഴിഞ്ഞാലും അതിന് 3 ടെൻസ് ഉണ്ട്. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ 3 ടെൻസ് ഇംഗ്ലീഷിലുണ്ട്. ഗോ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോഡ്. അതറിയല്ല, പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ടുക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്ക്. ഓക്കെ, സിജി സാമുപോലെ ഏതെങ്കിലും ഒരു വെർബിന്റെ 3 ടെൻസ് ഒന്ന് പറഞ്ഞേ.
Come, ആ came, ആ coming. കമ്മിങ് അല്ല, ING വരൂല കേട്ടോ. കം Came. കെയിം അല്ല, കെയിം അല്ല, കം പ്രസന്റ് കെയും പാസ്റ്റ് പാർട്ടിസിപ്പിളും കം തന്നെയാണ്. കം കെയും കമ്മാണ്. ഓക്കെ 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 ഓക്കെ. ആ ഫാത്തിമ, വേറൊരു വെർബിന്റെ 3 ടെൻസ് ഒന്ന് പറഞ്ഞു, ഏതെങ്കിലും 3 ടെൻസ്. വേറെ ഏതെങ്കിലും? ആ ഓക്കെ, ഷാജില എഴുതിയിട്ടുണ്ട്. ഡു ഡിഡ് ഡൺ. ഓക്കെ, ഷാജില കറക്റ്റ് ആണ്, കറക്റ്റ്. ഡു ഡിഡ് ഡൺ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായില്ല പ്രസന്റ് ടെൻസ് എന്താണ്. ഞാനൊന്ന് പറയാം സാർ. ആ പറഞ്ഞു. റൈറ്റ്, റോട്ട്, റിട്ടേൺ. ആ റൈറ്റ്, റോട്ട്, റിട്ടേൺ. അത് തന്നെ സുരഭി എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഓക്കെ, അപ്പൊ എന്താണ് പ്രസന്റ് ടെൻസ്, എന്താണ് പാസ്റ്റ് ടെൻസ്, എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഞാനിപ്പോ കേമ. യെസ് സാർ. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ് എഴുതുക. ആ ഓക്കെ സുരഭി കറക്റ്റ്. റൈറ്റ് എഴുതുക, അതിന് പാസൻസ് ആണ് റോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് റിട്ടേൺ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എഴുതുക. റോട്ട് എന്ന് പറഞ്ഞാലോ? എഴുതി. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? എഴുതി കഴിഞ്ഞു. യെസ്. ഇനി വേറെ ഈ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും വേറെ വല്ല അർത്ഥമുണ്ട്? ആ ഓക്കെ സജ്ജന, ശരിയാണ്. ഈ ഈറ്റ്, എയ്റ്റ്, ഈറ്റ് കേട്ടോ. എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഹേമ. ഇനി അതല്ല, വേറെ വല്ല അർത്ഥമുണ്ട്? എഴുതിയിട്ടുണ്ട്. അപ്പൊ സുരഭി പറയുന്നു എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഴുതി കഴിഞ്ഞു, എഴുതിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും? എഴുതിയിരുന്നു. എഴുതിയിരുന്നു. ഓക്കെ, എഴുതിയത്. സാബു ആൽബി പറഞ്ഞ കറക്റ്റ് ആണ്. സി സോസിൻ കറക്റ്റ് ആണ്. യെസ്, എഴുതിക്കൊണ്ടിരിക്കുന്നു. എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ആ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ മലയാളത്തിൽ പറയുന്നത് വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം എന്നാണ്. അത് അല്ല ഇംഗ്ലീഷിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ ആ ഭാവി കാലം പറയാൻ വേണ്ടിയിട്ട് പ്രസന്റേഷന് മുന്നിൽ വില്ലോ ഷാലോ ചേർത്താവും. ആ ഓക്കെ സജന കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മാത്രമായിട്ടൊരു അർത്ഥം പറയാൻ പറ്റില്ല. അതിന് നമുക്ക് അർത്ഥം പറയണമെങ്കിൽ അതിന്റെ കൂടെ ഒരു ഹെൽപ്പിംഗ് വെർബ്, ഹാസോ, ഹാവോ, ഹാഡോ, വിൽ ഹാവ് എന്തെങ്കിലും ഒരു ചേരണം. അത് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം പറയാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി വന്ന് ചേരണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളിവിടെ പഠിക്കുന്നത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. അപ്പൊ നോക്കി, ആദ്യത്തെ പ്രസന്റ് ടെൻസ്, പിന്നെ പാസ്റ്റ് ടെൻസ്, പിന്നെ വേണ്ടത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ ഓക്കെ ഷാജില കറക്റ്റ് ആണ്. അപ്പോ ആ പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറഞ്ഞു, പാർട്ടിസിപ്പിൾ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന് പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ തൽക്കാലം ഒഴിവാക്കി നിർത്തിയേക്കാണ്. നമ്മൾ വീണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിളിലേക്ക് മടങ്ങി വരികയാണ്. ഓക്കെ, അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി. നോക്കിയാൽ നേരത്തെ ഒരു കുട്ടി പറഞ്ഞു ഡു, ഡിഡ്, ഡൺ. അപ്പൊ ആ ഡൂവിന്റെ കൂടെ എന്ത് കൂടി ചേർക്കുക? ഒരു ING കൂടി ചേർക്കുക. അപ്പൊ എന്തായത്? ഡൂയിങ്. അതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ടേക്ക്, അതിന്റെ കൂടെ ഒരു ING ചേർക്കുക, ടേക്കിംഗ്. അപ്പൊ അതെന്തായി? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ജമ്പ്, ചാടുക, അതിന്റെ കൂടെ ING ചേർക്കുക, ജമ്പിങ്. അപ്പൊ അതെന്തായത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. ലുക്ക്, നോക്കുക, അതിന്റെ കൂടെ ഒരു ING കൂടി ചേർക്കുക,
ലുക്കിംഗ്, അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. അപ്പൊ പ്രസന്റ് ടെൻസിന്റെ കൂടെ ing ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റീഡ് എന്നുള്ളതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്തായിരിക്കും ശ്രുതി? റീഡിങ്. റീഡിങ്. ing ചേർത്താൽ മതി. ഈ ശ്രുതി സ്വന്തമായിട്ട് 2-3 പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞേ. ഡാൻസിങ്. ഡാൻസിങ്. വെരി ഗുഡ്. പറഞ്ഞോടി. സിംഗിങ്, ഡാൻസിങ്. ഓക്കെ ഓക്കെ ഓക്കെ. സിംഗിങ് ഒക്കെ കലാപരമായിട്ടാണ് പിടിക്കുന്നത് അല്ലേ? സിംഗിങ്, ഡാൻസിങ്, ഡ്രോയിങ്. ഡ്രോയിങ്. ഓക്കെ 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 ഓക്കെ. ശ്രുതി കലാകാരിയാണെന്ന് തോന്നുന്നു. അതാണ് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ. ഡ്രോയിങ്, ഡ്രിങ്കിങ്, ചാജില കറക്റ്റ് ആണ്. യെസ്. അപ്പൊ പ്രസന്റ് ടെൻസിന്റെ കൂടെ ing ചേർത്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും പിടികിട്ടിയാലോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. വെർബിന്റെ ഒരു ഫോമിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പിളിനെ 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുന്നു. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ തൽക്കാലം പരിഗണിക്കുന്നില്ല. അത് പിന്നീട് നമുക്ക് പഠിക്കാം. നമ്മൾ തൽക്കാലം എടുത്തിരിക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളിനെയാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആയ ഒരു വെർബിന്റെ കൂടെ ing ചേർത്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും പിടികിട്ടി കാണുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരാളെ വിളിക്കുന്നു. ഇപ്പൊ സുരഭി. അപ്പോ ഞാനൊരു വാചകം എഴുതുകയാണ്, നിങ്ങൾ എഴുതിക്കത് നമുക്ക് എന്റെ ശരിയാക്കാം. സുരഭി is a student. Surabhi is a student. ഓക്കെ, ആ വാചകം നിങ്ങൾ എഴുതിയല്ല. സുരഭി ഈസ് എ സ്റ്റുഡന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അലകും പിടിയൊന്ന് തിരിക്കണം. ഈ സെന്റൻസിലെ അലകും പിടിയൊന്ന് തിരിക്കുക. സുരഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്ത് ഒരു പേരാണ് അല്ലെ? പേര് ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ ഒരു സംഗതിയുടെയോ പേരിനെ കുറിക്കുന്നതിന് പറയുന്ന പേരാണ്. സജന കറക്റ്റ് ആണ്. നൗൺ എന്ന് പറയും. നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? നൗൺ എന്ന് പറയാം. നൗൺ. ഓക്കെ, നൗൺ എന്ന് പറയാം. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർബാണ്, ആകുന്നു. സുരഭി ഈസ് ആകുന്നു. ഈസ് വെർബാണ്. വെർബ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിയ എന്ന് പറയാം. എന്താകുന്നു? വിദ്യാർത്ഥിയാകുന്നു. വിദ്യാർത്ഥി, അതും ഒരു പേരാണ് അല്ലെ? അതിനെയും നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ അകത്ത് അത് ഓബ്ജക്റ്റ് ആണ്, എന്നാലും ഓബ്ജക്റ്റ് ഒരു നൗൺ ആണ്, ഒരു പേരിനെ കുറിക്കല്ലേ? യെസ്. അപ്പൊ സുരഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണാണ്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബാണ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നൗണാണ്, പേരിനെ കുറിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും പിടികിട്ടിയല്ല. ഞാൻ സെന്റൻസ് ഒന്നും മാറ്റുകയാണ്. സുരഭി ഈസ് എ ഗുഡ് സ്റ്റുഡന്റ് എന്ന് പറയും. എന്ത് പറയണ്? സുരഭി ഈസ് എ ഗുഡ് സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ ഷീബ, അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഗുഡ് ഒബ്ജക്റ്റ്. ഇഷ്ടമുള്ള പറഞ്ഞോ, തെറ്റിക്കോട്ടെ. സുരഭിക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ അതിന്റെ ഒപ്പം പറഞ്ഞോളൂ. പറയുന്നു ആഡ്വർബാണെന്ന് പറയുന്നു. ഓക്കെ, ആദ്യത്തെ നൗണാണെന്ന് പറഞ്ഞു. ഷീബ എന്നുള്ള പേര്. ഈസ് വെർബാണെന്ന് പറഞ്ഞു. സ്റ്റുഡന്റ് എന്നുള്ളത് നൗണാണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ഓക്കെ, സിജി കണ്ടു, സുജാത കണ്ടു, ഓക്കെ, സുരഭി എഴുതിയത് കണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഗുഡ് എന്താണ്? ഷീബയുടെ അഭിപ്രായത്തിൽ എന്ത് തോന്നുന്നു? ഗുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതെ, ഓക്കെ. അപ്പൊ ഇവിടെ സുജാതയും സുരഭിയും എഴുതിയത് കറക്റ്റ് ആയിരുന്നു. അതായത്
അതിനെ പറയുന്ന പേര്, ഓക്കെ ഞാൻ മനസ്സിലാക്കി, അത് ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, അമ്പിളി ആഡ്വർബ് എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെ നോക്കി, ഈ ഗുഡ് എന്ന് പറയുന്ന വേർഡ് ആരെ വിശേഷിപ്പിക്കുന്നതാണ്? സുരഭിനെ വിശേഷിപ്പിക്കുന്നതാണ്. സുരഭി നല്ല സ്റ്റുഡന്റ് ആകുന്നു കണ്ടാ. അപ്പൊ സുരഭി എന്ന് പറയുന്ന ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ഗുഡ് എന്ന് പറയുന്ന വാക്ക്. അങ്ങനെ ഒരു ആളെയോ ഒരു സ്ഥലത്തെയോ ഒരു സംഗതിയെയോ, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കിനെ പറയുന്ന, മലയാളത്തിൽ പറയുമ്പോൾ നാമവിശേഷണം എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഓക്കെ ഐശ്വര്യ, അതാണ് എന്താണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഗുഡ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുരഭി ഈസ് എ ഗുഡ് സ്റ്റുഡന്റ്, നല്ല വിദ്യാർത്ഥി. അപ്പൊ ഗുഡ് എന്നുള്ളത് എന്തായി? അഡ്ജക്റ്റീവ് ആണ്, സുരഭിനെ വിശേഷിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു സാരി വാങ്ങി, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സാരിനെ നോക്കിയിട്ട് പറയാം ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സാരി. ഇറ്റ് ഈസ് എ സാരി എന്ന് പറഞ്ഞാൽ മതി, ഇതൊരു സാരിയാണ്. പക്ഷെ സാരിയുടെ കളറും അതിന്റെ ഡിസൈനും അതിന്റെ ഭംഗിയും കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അതിനൊന്നും വർണ്ണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സാരിയെ നിങ്ങളൊന്ന് വർണ്ണിച്ചു. എന്ത്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സാരി. കണ്ടാ? അപ്പൊ അതിന്റെ ആ ബ്യൂട്ടിഫുൾ എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്, ബ്യൂട്ടിഫുൾ സാരി. അപ്പൊ സജന, ഓക്കെ, ഇതേപോലെ ഒരു അഡ്ജക്റ്റീവ് വരുന്ന ഒരു വാചകം പറഞ്ഞ സജന. ഒരു സെന്റൻസ് പറയാം, അതിൻ്റെ അകത്തൊരു അഡ്ജക്റ്റീവ് ഉണ്ടാവണം, വിശേഷിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സാരി, സുരഭി ഈസ് എ ഗുഡ് സ്റ്റുഡന്റ്. യെസ്, എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. ഒരു സെന്റൻസ് പറഞ്ഞു. എടാ ഗുഡ് വിട്, ഗുഡ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാറ്റിപ്പിടി. ഓക്കെ ഓക്കെ ഓക്കെ, മോളാണല്ലേ പറഞ്ഞത് നമുക്ക്. യെസ്, ഓക്കെ, ഓക്കെ ഓക്കെ, അനശ്വര കറക്റ്റ്, ടോള് കറക്റ്റ്. ഓക്കെ, ഹാപ്പി ഗേൾ. കണ്ട, ആ ഗേളിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ഗേളാണ്? ഹാപ്പി ഗേൾ, സന്തോഷവതിയായ ഗേൾ. ഓക്കെ ഓക്കെ, ഫാത്തിമ വേറെ ഒന്നും പറഞ്ഞേ. ഫാത്തിമില്ല. ജെസി? മൈ മദർ ഈസ് എ ഗുഡ് വുമൺ. ഓക്കെ, അത് ഞങ്ങൾ സംബന്ധിച്ച് ഓക്കെയാണ്. പക്ഷെ ഗുഡ് എന്നുള്ളത് മാറ്റി പിടിക്കും. ഓക്കെ, ഫാത്തിമ കറക്റ്റ് ആണ്. ദിസ് ഈസ് എ ഗ്രേറ്റ് ബുക്ക്, ബുക്കിനെ വിശേഷിപ്പിക്കുന്നത് ഗ്രേറ്റ് ബുക്ക്. ജെയിംസ് ഈസ് എ ക്ലവർ ബോയ്, വെരി ഗുഡ്. അല്ല, ജെയിംസ് ക്ലവർ ബോയ്, ജെയിംസ് ഈസ് എ ബോയ് എന്ന് പറഞ്ഞാൽ മതി. ആ ബോയിലൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. ക്ലവർ ബോയ്, ഇന്റലിജന്റ് ബോയ്, സ്മാർട്ട് ലിസണർ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, റെഡിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ ജെസി ഗുഡ് ഒന്ന് മാറ്റി പിടിക്കും. ഗുഡ് വെച്ച് മാറ്റിട്ട് വേറെ ഒന്നും പറ. ഇറ്റ് ഈസ് എ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ. വെരി ഗുഡ്, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ? യെസ്, സുരഭി, ഇറ്റ് ഈസ് എ വെരി ഹെവി റെയിൻ. ഓക്കെ, എറണാകുളം ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ അനശ്വര, ടുഡേ യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ, ഈസ് ടോളർ, അത് മതി. മോഹൻ ഈസ് ദ ടോളസ്റ്റ് ഓഫ് ദ ത്രീ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ അതിനകത്ത് നമുക്ക് ഈ അഡ്ജക്റ്റീവിൽ തന്നെ നമ്മൾ 3 ഡിഗ്രി, വെർബിൽ നമ്മൾ 3 ടെൻസ് പറയും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ അഡ്ജക്റ്റീവിനുണ്ട് 3 എണ്ണം. അതിന് ഡിഗ്രീസ് എന്നാ പറയാം. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങൾ ഒരു സംഗതി കണ്ടു, നല്ലത്, കുറച്ചുകൂടി നല്ലതാണെങ്കിൽ എന്ത് പറയും? ജാക്ക് ഫ്രൂട്ട് ഈസ് എ ബിഗ് ഫ്രൂട്ട്. ഓക്കെ, സി ഒക്കെ വന്നോ? ഷീ ഈസ് എ നൈസ് ഗേൾ. ഓക്കെ, അപ്പോ നമുക്കിവിടെ എന്ത് പറയാം? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. മോശം, കുറച്ചുകൂടി മോശം, തീരെ മോശം. ഓക്കെ ഓക്കെ,
സിജി സാമൂല അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ റെയിനിങ് ഹെവിലി എന്ന് പറയുമ്പോഴേ അവിടെ ആഡ്വർബ് ആയത് ഓക്കെ. അജക്റ്റീവും ആഡ്വർബും തമ്മിൽ മാറിപ്പോവരുത്. അജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത്, നൗണിനെ വിശേഷിപ്പിക്കുന്നത്. ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൗണിനെ വിശേഷിപ്പിക്കുന്നതല്ല. ഓക്കെ അലീഷ, കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ധൃതി ആയതുകൊണ്ട് ആ സമയത്താണ് സിജിക്ക് ഒരു ഗ്ലാസ് ചായ തന്നത്. അപ്പൊ ധൃതി ആയതുകൊണ്ട് സിജി അത് വേഗത്തിൽ കുടിച്ചു, പോകാൻ ടൈമില്ലാത്തതുകൊണ്ട്. അപ്പൊ ആ വേഗത്തിൽ ക്യുക്കിലി എന്ന് പറയുന്ന വേർഡ് ചായയെ വിശേഷിപ്പിക്കുന്നതല്ല, സിജി ആ ചായ കുടിച്ച പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ്. ഇങ്ങനെ കുടിച്ചു, വേഗത്തിൽ കുടിച്ചു അല്ല. അപ്പോ അങ്ങനെ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് അല്ല, അതിനെ പറയുന്ന പേരാണ് ആഡ്വർബ്. വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ ആഡ്വർബ് എന്നും നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ ഓക്കെ ഐശ്വരി അത് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഓക്കെ കേട്ടോ, അത് മാറിപ്പോകരുത്. നേരത്തെ ഒന്നിട്ട് പേരുടെ ആഡ്വർബ് എന്ന് എഴുതിയായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും ഓക്കെ, ഇറ്റ് ഈസ് എ കളർഫുൾ റെയിൻബോ. ഓക്കെ അഖില, വെരി ഗുഡ്. നല്ല വെറൈറ്റി ഉണ്ട്. ഓക്കെ യെസ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഗതിയിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വീണ്ടും കൊണ്ടുപോവുകയാണ്. നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് പറഞ്ഞു. ആ അങ്ങനെ ചേർക്കുന്ന ING ചേർക്കുന്ന ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. മറക്കരുത്, അതെന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവായി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവായി, ക്ലെവർ അഡ്ജക്റ്റീവായി, അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ അഡ്ജക്റ്റീവായി. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ING ചേർത്ത് വരുന്ന ആ വേർഡ് എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഒരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു ചാനൽ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോ ഞാൻ അതിനെ പറയാണ് ഐ ഹാവ് എ ചാനൽ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഐ ഹാവ് എ ചാനൽ. ഓക്കെ, അത് പറഞ്ഞു. ഞാൻ ഐ ഹാവ് എ ചാനൽ. അപ്പൊ ചാനൽ എന്ന് പറഞ്ഞാൽ നൗണാണ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്. ഞാൻ എൻ്റെ ചാനലിനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. എനിക്കുള്ള ചാനൽ എങ്ങനെയുള്ളതാണ്? ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്ന ചാനലാണ് കേട്ടോ. കുക്കിംഗ്, അവിടെ ING എന്തായിട്ട് ഉപയോഗിച്ചു? അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചു. അപ്പൊ കുക്കിംഗ് ഉണ്ട്, ING ഉള്ള വാക്ക് എന്തായിട്ട് ഉപയോഗിച്ചു? അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഈ ING ഉള്ള വാക്ക് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എല്ലാവരും ആലോചിച്ച് വെച്ചോട്ടോ. അഡ്ജക്റ്റീവ് ഉപയോഗിക്കണം, ആ അഡ്ജക്റ്റീവ് ING ഉള്ള അഡ്ജക്റ്റീവ് ആയിരിക്കണം മാത്രമാണ്. ഞാനൊരു ന്യൂസ് കേട്ടു. അപ്പൊ എനിക്ക് പറയാം ഐ ഹേർഡ് എ ന്യൂസ്. ഐ ഹേർഡ്, ഞാൻ കേട്ടു. ഐ സബ്ജക്റ്റ്, ഹേർഡ് കേട്ടു. എന്ത് കേട്ടു? എ ന്യൂസ്, ഒരു വാർത്ത കേട്ടു. ഞാൻ കേട്ട വാർത്തയെ ഞാനൊന്ന് വിശേഷിപ്പിക്കുകയാണ്. ഐ ഹേർഡ് എ സർപ്രൈസിങ് ന്യൂസ്. കണ്ട, സർപ്രൈസിങ് ING ലാസ്റ്റ്. ഒരു സർപ്രൈസിങ് ആയ അപ്രതീക്ഷിതമായ വാർത്ത ഞാൻ കേട്ടു. ഐ ഹേർഡ് എ സർപ്രൈസിങ് ന്യൂസ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു വാചകം പറയുക. ആ വാചകത്തിൽ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവണം. നേരത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട അഡ്ജക്റ്റീവ് ഏതാണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാല്? പ്രസന്റ് ടെൻസിന്റെ കൂടെ ING വരുന്നതായിരിക്കണം പ്രസന്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെയുള്ള ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കണം. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവൂന്ന് പറയുന്നുണ്ട്. ഒന്ന് നമ്മളിവിടെ പറഞ്ഞ അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് വരാം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച്. ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക, അഡ്ജക്റ്റീവിന്റെ കൂടെ ING ഉള്ള അഡ്ജക്റ്റീവ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്യൂട്ടിഫുൾ, ക്ലെവർ, ടോൾ ഇതൊന്നും പറ്റില്ല. ING ഉണ്ടാവണം അഡ്ജക്റ്റീവിന്റെ കൂടെ. അതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവുള്ളൂ. I have a going to school പറ്റോ? I have a going to school. ഐ ഹാവ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ വെർബിന്റെ കൂടെ ING ആയിപ്പോയി. ഷാജിദ, അത് വാക്കിംഗ്, നടക്കുക. ക്യുക്കി ആഡ്വർബാണ്.
ഇത് ഇത് കറക്റ്റ് ആണ്. അഖില എഴുതിയാണ് കറക്റ്റ്. ദിസ് ഈസ് എ കളറിംഗ് ബുക്ക് അല്ലെ, ദിസ് ഈസ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ മതി. ആ ബുക്കിനെ വിശേഷിപ്പിച്ചു എന്താണ് കളറിംഗ് ബുക്ക്. സൗമ്യ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണത്. ഓക്കെ, ഇത് കുഴപ്പമില്ല. അമ്പിളി കറക്റ്റ്. ഐ റെഡ് ആൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മതി. അതൊന്നുകൂടി ഭംഗിയായിട്ട് ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ. കണ്ട, ഐ റെഡ് ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ. എങ്ങനെയുള്ള ആർട്ടിക്കിളാണ്? വളരെ മനോഹരമായ ഒരു ആർട്ടിക്കിൾ, ലേഖനം ഞാൻ വായിച്ചു. അങ്ങനെ വല്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഒരു മിനിറ്റ് ഷജന, ഒരു മിനിറ്റ്. ഐശ്വര്യ അത് കറക്റ്റ് ആണ്. അത് എക്സൈറ്റിംഗ് കറക്റ്റ് ആണ്. ഓക്കെ ഷജന പറഞ്ഞു പറഞ്ഞു. The birds flying on the sky. ഒന്നുകൂടി പറഞ്ഞേ. The birds flying on the sky. അതിനകത്തെ വെർബ് എന്താണ് വന്നേക്കുന്നത്? വെർബ് വന്നിട്ടില്ല. Flying. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ്. നമ്മൾ അടുത്ത പറഞ്ഞ ആ സംഗതിയിലായിട്ടാണ് വരുന്നത്. അഡ്രസ്സിലെയും കാരണം കറക്റ്റ് ആണ്, കുഴപ്പമില്ല. യെസ് Sir, I am seeing movie in the theater. പൃഥ്വിരാജ് ഈസ് എ ഹാർഡ് വർക്കിംഗ് ആർട്ടിസ്റ്റ്. കറക്റ്റ് ആണ്. അഭിജിത്ത് ഒന്നുകൂടി പറഞ്ഞേ. I am seeing movie in the theater. ഐ ആം സീയിങ് മൂവി അല്ലേ? അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി പോകുന്നത്. ഞാൻ സിനിമ കാണുകയാണ്. അതൊരു സംഗതി പറയുന്നല്ല, ആ സിനിമയെ വിശേഷിപ്പിക്കണം. ആ സിനിമയെ ഒന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞ് ഐ ആം സീയിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫിലിം. I am seeing an interesting film. അപ്പൊ ശരിയായി. ആ ഇൻട്രസ്റ്റിംഗ് എന്തായിട്ട് വന്നു? അഡ്ജക്റ്റീവ് ആയിട്ട് വന്നു. മറ്റത് കാണുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുക. മറക്കരുത്, പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയല്ല, നൗണിനെ, ഒരു സ്ഥലത്തെ, ഒരു പേരിനെ വിശേഷിപ്പിക്കണം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞു പൃഥ്വിരാജ് ഈസ് എ ഹാർഡ് വർക്കിംഗ് ആർട്ടിസ്റ്റ്. ശരിയാണ്. പൃഥ്വിരാജ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ആ ആർട്ടിസ്റ്റിനെ ഒന്ന് പൊലിപ്പിച്ചു. എങ്ങനെയുള്ള ആർട്ടിസ്റ്റ്? ഹാർഡ് വർക്കിംഗ്. ഓക്കെ, ഐ റെഡ് ആൻ എക്സൈറ്റിംഗ് ആർട്ടിക്കിൾ. സാജില കറക്റ്റ് ആണ്. ദ ഇൻസ്പയറിംഗ് സ്പീച്ച് ഈസ് മോട്ടിവേറ്റിംഗ്. അത് കറക്റ്റ് ആണ്. സ്പീച്ചിനെ വിശേഷിപ്പിക്കുന്നത് പ്രഭാഷണം. എങ്ങനെയുള്ള പ്രഭാഷണം? ഇൻസ്പയറിംഗ്, പ്രചോദനകരമായ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഗതി പിടികിട്ടിയ എന്താണെന്നുള്ളത്. കുറച്ചു പേർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് എന്താണെന്നുള്ള കാര്യം പിടികിട്ടിയ അത് വരൂല്ലെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി പോകും. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഐ റോട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇത് കറക്റ്റ് ആണ്. അശ്വതി, ഐ റോട്ട് എ സ്റ്റോറി. അങ്ങനെ എഴുതാം. ആ സ്റ്റോറി വിശേഷിപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അലീഷ പ്രെറ്റിയാണ് അഡ്ജക്റ്റീവ്. അതിന്റെ കൂടെ ഇതില്ല, ഇഞ്ചി ഇല്ല. മൈ സൺ ഈസ് പ്ലേയിങ്. ഓക്കെ, അത്രയും വരെ നമുക്ക് എടുത്താൽ മതി. പക്ഷെ അതിനകത്ത് വെർബിന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കത് പിടികിട്ടില്ല. ഐ എൻ ജി എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുക, ഒരു നൗണിനെ വിശേഷിപ്പിക്കുക. ഓക്കെ സുജാത്, ഇത് കറക്റ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ഇംഗ്ലീഷ് ഈസ് എ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് ഒരു വിഷയമാണ്. ആ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്യണം. എങ്ങനെയുള്ള വിഷയം? ഇറ്റ് ഈസ് എ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ഓക്കെ, ഹി ഈസ് എ അമേസിംഗ് പേഴ്സൺ. അവനൊരു അത്ഭുതകരമായ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുതാവഹമായ കഴിവുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രസന്റ് ടെൻസിനെ കൂടി ഐ എൻ ജി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് പറഞ്ഞു. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു നൗണിനെ, സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരിനെ കുറിക്കുന്ന പദത്തിന് വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിളിന് രണ്ട് ഉപയോഗങ്ങളാണ് ഉള്ളത്. ഒന്ന് അഡ്ജക്റ്റീവായിട്ട്, രണ്ടാമത്തെ ഉപയോഗം പറയണം. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വെർബായിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? വെർബായിട്ട് ഉപയോഗിക്കണം. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ.
വെർബ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും എന്ന് പറയുന്ന രണ്ട് ടെൻസിന്റെ ഫോം ഉണ്ട്. നമ്മൾ ഒരു 12 ടെൻസിന്റെ ഫോം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ മുകളിൽ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി. പ്രസന്റ് കണ്ടിന്യൂസ്. ആ പ്രസന്റ് കണ്ടിന്യൂസിന് എഴുതിയേക്കുന്നതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ്, എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്നുള്ളതാണ്, അത് തന്നെ എസ് പ്ലസ് ഈസ്, IS ഈസ്. ആ ഓക്കെ സുരഭി, കറക്റ്റ്. ഈസ് ഇട്ടിട്ട് ഒരു സ്ലാഷ് വരക്കുക, ഒരു വര വരക്കുക. എന്നിട്ട് ARE ആർ, പിന്നെയും ഒരു സ്ലാഷ് വരക്കുക. AM പ്ലസ് വി പ്ലസ് ING. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നതിന്റെ അടിയിൽ ആ സെന്റൻസ് എഴുതേണ്ട രീതിയാണ് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇനി അതിന്റെ അടിയിൽ അടുത്ത ഒരു സെന്റൻസ് കൂടി ഹെഡിങ്ങും കൂടി എഴുതുക. പാസ്റ്റ് കണ്ടിന്യൂസ്. ആ പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് വാസ് ഒരു സ്ലാഷ് വേർ, വാസ് ഓർ വേർ, വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ്. സർ ഒന്നുകൂടി പറയൂ സർ. ഓക്കെ, പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വാസ് ഓർ വേർ, അത് സ്ലാഷ് ഇട്ടാൽ മതി. വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, അപ്പോ ഇനി ഞാൻ അതിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ള വേർഡ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അത് ഒരു ഉപയോഗം. രണ്ടാമത് ഉപയോഗത്തിൽ വരുന്നതാണ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ഇപ്പൊ എഴുതിയിട്ടുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലോ അതുമല്ല എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ നമുക്ക് ഉപയോഗിക്കാം. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പിന്നെ ING അല്ല. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് വരുന്നതാണ് ING വരുന്നത്. അപ്പൊ നേരത്തെ മൈ സൺ ഈസ് പ്ലേയിങ് വിത്ത് മൈ ഫാദർ എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് പറയാം. ആരാണ് പറഞ്ഞത്? സിജിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. മൈ സൺ ഈസ് പ്ലേയിങ് വിത്ത് മൈ ഫാദർ എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആവുന്നത്. മൈ സൺ സബ്ജക്റ്റ്, ഈസ് വെർബ്, പ്ലേ അതിന്റെ മെയിൻ വെർബ്, അതിന്റെ കൂടെ ING. ഓക്കെ, അങ്ങനെയുള്ള അതായത് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING പോലെയുള്ള വാചകങ്ങൾ പറഞ്ഞു. യെസ് ഹേമ. Yes, sir. ഒരു പ്രസന്റ് കണ്ടിന്യൂസിലെ സെന്റൻസ് ഒന്ന് പറഞ്ഞു. Sir, he is cooking biryani. വെരി ഗുഡ്. ഹി ഈസ് കുക്കിംഗ് ബിരിയാണി. വേണ്ട, ഹി വന്ന് അതിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില്ല, ഈസ് വന്ന് കുക്ക്. ഓക്കെ, ഷാജില കറക്റ്റ് ആണ്. ഹി ഈസ് റണ്ണിങ് കുക്കിംഗ് ബിരിയാണി. ഹി ഈസ് സിംഗിങ് എ സോങ്. സുരഭി കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. സുവർണ. യെസ്. അമ്പിളി. മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ടുഡേ. ഓക്കെ സിജി, ഇപ്പൊ കറക്റ്റ് ആയതല്ല. ഐ ആം അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ് നൗ. വെരി ഗുഡ് സുജാത, വെരി ഗുഡ്. യെസ്. They are watching film. ഒന്നുകൂടി പറഞ്ഞേ. They are watching a beautiful film. They are batting. Okay. രമ്യ കറക്റ്റ് ആണ്. They are batting. Okay. She is reading a book. I am studying English book. I am writing
ഫോർ യുവർ റിപ്ലൈ. ഓക്കെ, ഒക്കെ ലൈവായിട്ട് എടുക്കാനുള്ള ഷാജിദ, വെരി ഗുഡ്. യെസ്, Vineet is going to school. വി ആർ Vineet ഗോയിങ്. Vineet വിനീത, is going to school. ശരി 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 ശരി. ഷീ Veena ഈസ് are റൈറ്റിംഗ് going ഇംഗ്ലീഷ്. to. പിന്നെ ആറുട്ടി വീണ are going to school. ഓക്കെ 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 ഓക്കെ. അനശ്വര ശരിയാണ്, വി ആർ സ്റ്റഡിയിങ്. ഓക്കെ. ഫാത്തിമ, they are playing in the ground. He is driving a car. Okay, സജന, ഫാത്തിമ, they are playing. Okay. എന്താ അപ്പൊ ഇവിടെ നോക്കി ing ഉള്ള വെർബ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബിന്റെ കൂടെ, അതായത് ഈസിന്റെ കൂടെയോ ആമിന്റെ കൂടെയോ ആറിന്റെ കൂടെയോ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ഈസ് ഏതിന്റെ കൂടെ എല്ലാം വരും, ആം ഏതിന്റെ കൂടെ എല്ലാം വരും, ആർ ഏതിന്റെ കൂടെ എല്ലാം വരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ അത് പറയുന്നില്ല. ഇനി അടുത്ത് നമുക്ക് എടുക്കാം. അതിന്റെ അടിയിൽ ഞാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞ് പിന്നെ വെർബ് എഴുതി വെർബിന്റെ കൂടെ ing എടുക്കും. ഓക്കെ, യെസ്. അതുപോലെ വാചകം നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഷാജിൽ എഴുതിയിട്ടുണ്ട് they were playing. കറക്റ്റ് ആണ്. The bird was flying in the sky. ബേഡ് ആണ്, ബേഡ്സ് ആണ്? Bird was. മറ്റേ the Okay. birds were flying in the sky. ഓക്കെ ഓക്കെ ഷാജിന, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യു ആർ റൈറ്റ്. വെരി യെസ്. I was writing a story. Okay. You write a good story, Surabhi. Yes. Isha. He was sleeping in the bed. Okay. We were studying. Okay. He was cleaning room. She was working there. Yes. Correct ആണ്. അപ്പൊ ജിഷ പറഞ്ഞോളൂ. I am running a nursery. ഐ ആം റണ്ണിങ് എ നഴ്സറി എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട്, അത് ശരിയാണ് സെന്റൻസ്. നമ്മളിപ്പോ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് വന്നേക്കാണ്. അപ്പോ സിയ ജോയി അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് വാസ് അല്ലെങ്കിൽ വേറെ വെച്ച് പറയൂ. ഓക്കെ, അനശ്വര ഇതിന്റെ അത് ing വന്നിട്ടില്ല. കണ്ട, ഹി വാസ് ലുക്കിംഗ് സൈഡ്. അപ്പൊ നമ്മള് ടൈം പീരീഡ് പറയണോ? എത്ര ടൈം മുതൽ എന്നുള്ളത് പറയണം. അല്ല, ഐ വാസ് റണ്ണിങ് 8 years അത് പറയാം, അങ്ങനെ പറയണോ? അതെയോ? ഐ വാസ് റണ്ണിങ് എ നഴ്സറി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പില്ലെന്നാണ്, മുമ്പിട്ടായിരുന്നു എന്നാണ്. മനസ്സിലായ? ഐ ആം റണ്ണിങ്. അപ്പൊ അത് ഈ ടെൻസിൽ പറയാൻ പറ്റൂല, പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റില്ല, പ്രസന്റ് കണ്ടിന്യൂസിലെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ ആം റണ്ണിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇപ്പോ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും സംഗതി നമുക്ക് ഇല്ലാണ്ട് വരുമ്പോ ഐ വാസ് എന്ന് പറയാം. ഓക്കെ, അലീഷ കറക്റ്റ് ആണ്. ഐ വാസ് കുക്കിംഗ് ഇൻ കിച്ചൺ. ഇപ്പോഴും കുക്കിങ്ങിലാണ്. വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ പിടികിട്ടിയല്ലോ. അപ്പൊ നമ്മളിന്ന് അമിതമായിട്ടൊന്നും പോകുന്നില്ല. They were playing in the ground. Shajila, they were talking about the book. Okay, 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 okay. He was eating mango. Very good. Yes. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് she was wearing her favorite dress. Okay. She was performing well. Okay, Fatima. Very good, very good. Okay. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് ഞാൻ ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിക്കുകയാണ്. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. എന്താണ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു? ഒരു വെർബിന്റെ അത് അഡ്ജക്റ്റീവ് ആയിട്ടോ വെർബായിട്ടോ ഉപയോഗിക്കുന്നതിനെയാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിക്കുക. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും അടുത്തതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുന്നു. അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുത്തിട്ടില്ല, അതവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. പ്രസന്റ് പാർട്ടിസിപ്പിളിനാണ് നമ്മൾ എടുത്തത്. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസിനെ കൂടി ing ചേർക്കുന്നതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ ing ചേർത്ത വേർഡ് രണ്ട് രീതിയിൽ ഉപയോഗിക്കണം. ഒന്നുകിൽ അത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം, അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ അത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വാസ് അല്ലെങ്കിൽ വേർ എന്നുള്ള ഓക്സിലറി വെർബിന്റെ കൂടെ ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ്
നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്രയും പറഞ്ഞതിൽ മനസ്സിലാവുകയോ വല്ലതുണ്ടോ? എന്തെങ്കിലും പിടികിട്ടാതെ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, അപ്പൊ സജനക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തത് പറയണത്, എനിക്ക് ഇന്ന വശത്ത് അത് ക്ലിയർ ആയില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു. അശ്വതി ഓക്കെയാണ്, സജന ഓക്കെയാണ്. ഓക്കെ 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 ഓക്കെ. ഞാൻ അധികം പറയാത്തത് എല്ലാവരും കൂടി പറഞ്ഞ് ചെലവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ സൈനു, ഓക്കെ 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 ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ ശരി 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 ശരി, യെസ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ധൈര്യമുള്ള ഒരാളാണ്, രണ്ട് വാക്കൊക്കെ പറയാനുള്ള ധൈര്യമുള്ള ഒരാളാണ്. സാർ ഒരു കാര്യം പറഞ്ഞില്ലത് ഈ ഗ്രാമർ. ഓക്കെ, ഒരു കാര്യം പറയട്ടെ. ഗ്രാമർ പഠിച്ചിട്ട് ഇന്നത് ഇന്നതാണ് ഇപ്പം മനസ്സിലായത് ഇപ്പോഴാണ്. ഇന്റെ കാര്യം ഞാൻ പറയാ, 10ാം ക്ലാസ് വരെ ഗ്രാമർ പഠിച്ചിക്കണു. പക്ഷെ ഈ വെർബും ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിൽ ഒന്ന് പെട്ടെന്ന് മനസ്സിലായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താ എനിക്കറിയില്ല. അതെ, അതിന് നമ്മൾ ആരെയും കുറ്റം പറയേണ്ട സൈനു. കാരണം എന്താ വെച്ചാലേ, ടീച്ചർമാർക്ക് എന്ന് പറഞ്ഞാല് കുറെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ എടുത്തു തീർക്കണ്ടേ. അപ്പൊ അവരെന്ത് പറയുന്ന വെച്ചാൽ ഇവിടെ ഒരു ഈസി ചേർക്കുക, അവിടെ ഒരു വാസി ചേർക്കുക. അപ്പൊ നമ്മൾ അതങ്ങനെ പഠിക്കും, നമുക്കത് എഴുതുമ്പോൾ മാർക്കും കിട്ടും. അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഈസ് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ വാസ് വന്നു, അങ്ങനെ നമ്മൾ ചിന്തിക്കൂല. അത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കും, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, വേറെ ആർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇതിന് അങ്ങനെ ഒരു നിയമമുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വെച്ചിട്ടാണ്. അപ്പൊ ആരെയും നമ്മൾ കുറ്റം പറയണ്ട, അല്ലേ? അവര് അവരുടേതായ രീതിയിൽ ഞാന് 17 വയസ്സിൽ നമ്മളിത് പഠിച്ചിക്കണു. പക്ഷെ ഈ 38 വയസ്സിൽ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ പോലെ എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. അതുകൊണ്ട് പറയാം. നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോ ഞാനിപ്പോ സീനത്തിനെ വിളിക്കാം. സിയക്ക് ധൈര്യം ഉണ്ടെന്ന് വിചാരിക്കാം. സിയ, ഓക്കെ ഓക്കെ. ഞാനൊരു സിറ്റുവേഷൻ പറയുകയാണ്. ചോദ്യം എല്ലാവരോടും കൂടിയാണ് കേട്ടോ. ഈ അടുത്ത കാലത്ത്, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഇത് നമ്മുടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഓരോരുത്തരും ആലോചിച്ചോളൂ. അക്കാദമി ചെയർമാൻ, അതായത് പ്രേംകുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ, ഒരു പ്രസ്താവന പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു പ്രസ്താവന പറഞ്ഞ് സംഭവമാണ്, സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് അല്ലെങ്കിൽ വിഷാംശമുള്ളതാണ് എന്ന ഒരു പ്രസ്താവന പുള്ളി നടത്തിയായിരുന്നു. നമ്മുടെ അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ. അപ്പോ അതിൻ്റെ അകത്ത് പുള്ളി സീരിയലിനെ കണക്ട് ചെയ്തത് എൻഡോസൾഫാൻ പോലെ എന്നും പറഞ്ഞൊരു വാക്ക്. അത് വലിയ വിവാദമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവാദമായി കഴിഞ്ഞപ്പോൾ രണ്ട് രീതിയിലുള്ള അഭിപ്രായം വന്നു. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു പ്രേംകുമാർ പറഞ്ഞത് കറക്റ്റാണ്, കാരണം സീരിയലുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കുറവാണ്. മാത്രമല്ല അത് ഒരു സ്ഥിരം പാറ്റേൺ ആണ്. അമ്മയമ്മ, നാത്തൂൻ, പോര്, അവിഹിത ഗർഭം, ഇത് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ട് സ്ഥിരം പാറ്റേൺ ആണ്. ഒരാളെ സ്നേഹിച്ചു, വേറൊരാളെ വിവാഹം കഴിച്ചു, വേറൊരാളുടെ കുട്ടിയെ പ്രസവിച്ചു, വേറൊരാളെ കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് കുറവ്. അപ്പൊ അതുകൊണ്ട് ഇത് വിഷാംശമുള്ളതാണ് അല്ലെങ്കിൽ വിഷകരമാണ് എന്ന് പറയുന്ന പ്രേംകുമാറിന്റെ അഭിപ്രായം ശരിയാണ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവര് പറഞ്ഞത്, ഞങ്ങൾ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക് ഈ സീരിയല് കാണുന്നത്. ഞങ്ങൾ സീരിയല് കാണുമ്പോൾ അത് സീരിയല് മാത്രമായിട്ട് അങ്ങനെ കണ്ടങ്ങനെ അവസാനിപ്പിക്കും. മാത്രമല്ല ധാരാളം ആളുകൾക്ക് ജോലി പ്രദാനം ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ സീരിയല്. അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, അതിന് ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക്, സൗണ്ട്, മറ്റൊരു ലൈറ്റ്, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ജീവിതമാർഗമാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് പേര് ജീവിതമാർഗമാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്ര വലിയ കുഴപ്പമുള്ള കേസല്ല എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. ഓക്കെ, ഇത് രണ്ട് സമീപനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്?
പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ സീരിയലിനെ അനുകൂലിച്ച് പറഞ്ഞില്ല എങ്കിൽ ഞാൻ ഇത്തിരി ലോ സ്റ്റാൻഡേർഡായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് അനുകൂലിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പറഞ്ഞാൽ മതി. ഓരോരുത്തരും മനസ്സിൽ 1-2 പോയിന്റ് ഇംഗ്ലീഷിൽ പറയാനായിട്ട് വാട്ട് ഈസ് യുവർ, നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, വാട്ട് ഈസ് യുവർ ഫീലിങ്സ്, വാട്ട് ഈസ് യുവർ ഇമോഷൻ, അത് ഒന്ന് മനസ്സിലൊന്ന് കരുതി വെക്കുക. അപ്പൊ സിയ ജോയി ആരംഭിക്കുന്നു. ഓക്കെ സിയ പറഞ്ഞോളൂ. ഓക്കെ സാർ, എങ്ങനെ എന്റെ അഭിപ്രായമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ആ, ഓക്കെ. ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ആ വിഷയം എടുത്തിട്ടോ. Okay. In my opinion, I like serials. Yes. Sometimes, not every time. I'm not seeing every time. I'm not seeing every time, but occasionally, I'm also enjoying the serials. Yes. Then, പിന്നെ എനിക്കറിയില്ല പറയാനേ. പ്രേംകുമാറിന്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ, അതാണ് ഞാൻ ചോദിച്ച ചോദ്യം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ നിലപാട് ആ വിഷയത്തിൽ എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇത് രണ്ടും ഇല്ലാത്ത അഭിപ്രായമാണെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ, വിയോജിക്കാം. യെസ്. I'm not with അയ്യോ, എന്താ അഭിപ്രായത്തിന് എന്താ പറയാന്ന് എനിക്ക് കിട്ടുന്നില്ല, അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പീനിയൻ. I'm not agree with that opinion because the serial firm is very large. Many people are doing in job in the serial firm. That's why it's not like an endosulfan, but it's sometimes it's affecting the peoples and the family also, but it is not at all endosulfan. Yes, very good, very good, very good. Okay, and last സജനക്ക് പറയണോ? Sorry, sir. Yes, sir. പറഞ്ഞോളൂ സജന. I agree with Pragumar opinions. Yes. In my life, Yes. I can see, I see, I say, I say serial in my life, Yes. but I don't like serials. Yes. So you agree with the opinion of the Prem Kumar. Okay. ഇനി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ആരെങ്കിലും ധൈര്യം സാറേ ഞാൻ പറയാം 2 വാക്ക് അതിനെ കുറിച്ച്. തെറ്റിക്കോട്ടെ. സൈനു റെഡി ആയിക്കോട്ടെ? സർ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ അഭിജിത്ത്, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. വെരി ഗുഡ്. Sir, my opinion is Prem Kumar's opinions correct. Correct. Yeah. It's and not only sometimes. Yes. Sometimes his opinion is correct, Yes. but sometimes it's not correct. It's Yes. Giving the job for many people, and Yes. It's on serious. Sometimes we give the messages. Sometimes give the messages. Sometimes it's addicts only the people. Yes. My addicted. Yes, my mother-in-law is addicted in the serial. And that's all, sir. Thank you. Okay. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് ഗുഡ് ആണോ ബാഡ് ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. യെസ്, ഓക്കെ. ഇനി അടുത്ത ആരാണ്? ഞാൻ പറയട്ടെ സർ? സിജി പറഞ്ഞോളൂ. Sir, according to Prem Kumar, his opinion is the thing he said is correct because not only the old
ladies and the parents are watching. Even the small kids are watching these serials, and they are giving a very false image about the current life to the kids. Very So good. it is really giving a false information that this is correct. So Yes. actually, I say that this is really a really venomous thing which is happening daily, and the precious time is taken by the family. The Yes. precious time of even the kids and also the parents. Yes. So You say that censoring is needed for serial. yes, sir, I agree to Prem Kumar that this serial is actually it should be banned. Banned. Oh, not a censored, but banned. Banned. Yes, sir. Okay. Very good, Siji. Okay, you are thinking. Very good. Okay. ഇനി ആരാണ് ഇവര് പറഞ്ഞ പോലെ ഞാൻ പറയാം. സൈനു. എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല സാറേ. സൈനുവിന്റെ അഭിപ്രായം പറയൂ. സൈനുവിന് എന്ത് തോന്നുന്നു? ഏതൊക്കെ സീരിയലിൽ സൈനു കാണാറുള്ളത്? ഞാനൊരു സീരിയലും കാണാനില്ല. എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ കുട്ടികളെയും കാണാൻ അയക്കലില്ല. പറഞ്ഞാ മതി. അതെങ്ങനെ പറയാ? ഞാൻ ഇംഗ്ലീഷ് ഞാൻ കാണാറില്ല. ഐ ഡു നോട്ട് സീ. എന്ത് കാണാറില്ല? സീരിയൽ. ഐ ഡു നോട്ട് സീ സീരിയൽ. ഓക്കെ, അത് മതി, അവിടെ നിർത്ത്. ഓക്കെ, ഐ ഡു നോട്ട് സീ സീരിയൽ. ഞാൻ സീരിയൽ കാണാറില്ല. എനിക്ക് സീരിയൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ലാതെ നമ്മൾ ഐ ഡോണ്ട് നോ എന്ന് പറയും. ലൈക്ക് പറയാൻ മതി. ഐ ഡോണ്ട് ലൈക്ക് സീരിയൽ. ഐ ഡോണ്ട് ലൈക്ക് സീരിയൽ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സൈനോട് കാരണം പറയണം. ഒരു കാരണം എന്ത് പറയാൻ പറ്റും? ഒരു പ്രാവശ്യം കണ്ടാൽ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് കാണേണ്ടി വരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കഥയൊക്കെ മോശമായത് കൊണ്ടാണ്? മോശം പറഞ്ഞാൽ നമ്മള് വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ ഇല്ലാത്ത കാര്യത്തിനും കരയേണ്ടി വരും. വെറുതെ ഇങ്ങനെ നമ്മള് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കണം. ആ സീരിയല് കണ്ട അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിങ്ങനെ കാണുമ്പോ ഇത് അവര് നമ്മളെ കരയിപ്പിക്കുന്നതാണ്. അവർക്ക് കാശ് കിട്ടും, നമുക്ക് ഒരാവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ കരഞ്ഞിരിക്ക. അതിലൊരു കാര്യമില്ല, നമ്മള് കരയണയിലൊരു കാര്യമില്ല. വെറുതെ കരയ. എന്തെങ്കിലും കാര്യം ഉണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. അത്ര തന്നെ. എനിക്ക് കാണാൻ ഇഷ്ടമല്ല. ഞങ്ങള് ടിവിയില് അത് വെക്കലുമില്ല. ചിരിക്കണത് കാണും. ചിരിക്കണ 2 ഉണ്ട്. അത് 2 കാണും. ബാക്കി ഒന്നും കാണയില്ല സീരിയല്. സൈനു, അപ്പൊ ഇതൊക്കെ കൂടി നമുക്ക് വിഷ്ണുപ്രിയ, കണ്ടന്റ് ഈസ് ലൈക്ക് ദാറ്റ് ബോറിംഗ്, ബട്ട് ആസ് ടേക്കിംഗ് എ ജോബ് ഇറ്റ് ഈസ് എ നൈസ്. ഓക്കെ, നിങ്ങൾക്ക് ചിന്തിക്കണം. ഇനി അടുത്തത് ആരാണ് പറയുന്നത്? സൈനുവിനോട് ഞാൻ ചോദിച്ചു. സൈനു ഓക്കെ, ജെസ്സി പറഞ്ഞോളൂ. ജെസ്സി അല്ല, അനാമിക. സോറി, അനാമിക. ഓക്കെ, ശരിയാണ്. സോറി. യെസ്, പറഞ്ഞോളൂ. I don't like serial. It is a it is not good media. It is a bad affection to innocent people. Sometimes I like to serials in devotional serials like Velaganni Mata and Guruvayurappan. It is a good affection of more peoples. Prabhu's opinion, not bad idea, but it is a giving to several jobs in men and women's. Yes. Thank you, ma'am. Thanks, sir. Very good. Okay. You prepared very good. Okay, very good. ഇതിപ്പോ ഇന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങളൊന്നും ചെയ്യില്ല. അത് ഇപ്പൊ തന്നെ പറയിപ്പിക്കാനാണ്. ഞാൻ ഇന്ന് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഫസ്റ്റ് നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി എന്ന് പറയുന്ന ഒരു സാധനം റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ സിജി? സർ പറഞ്ഞിരുന്നു. സോറി സർ, അത് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചെയ്യാം സർ. ചെയ്യാൻ സമയം കിട്ടിയില്ല. സോറി. ചെയ്യണ്ട, ഒന്ന് ഓർമ്മിപ്പിക്കാന. ഇന്ന് ഇങ്ങനെ ഒരു സംഗതി ഞാൻ ഓർത്തു, പക്ഷെ ഞാനത് പറയാതിരുന്നത്. നിങ്ങൾ ആരെങ്കിലും കൂടെ പറയട്ടെ. ഞാൻ ക്ലാസ്സിൽ വൈകിയാ കേറിയത്. അപ്പൊ കഴിഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ. അതാണ് വൈകിയാ കേറിയത്. No problem.
ഓക്കെ. അപ്പോ ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ സീരിയലിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച്? എനിബഡി? ആർക്കെങ്കിലും? ഓക്കെ, ആർക്കുമില്ല. യെസ്, അതെ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഞാൻ അങ്ങനെ പറയാന്ന് പറഞ്ഞോളാം. തെറ്റിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ്. അത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ അത് വളരെയധികം ഉപകാരത്തിൽ കൊള്ളുന്നു. ആ ഒരു കോൺഫിഡൻസ് പലപ്പോഴും നമ്മൾ എത്രയോ അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഒന്ന് അമാന്തിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ചാൻസുകൾ നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, പറയാനായിട്ടുള്ള കഴിവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിങ്ങൾ എടുക്കുക. നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, ഇത്രയും പേരെല്ലാം അറിയുന്നുള്ളൂ, വേറെ ആരും അറിയാനാണ്. അങ്ങോട്ട് പറഞ്ഞേക്കാം. സോ ഇന്നത്തെ നിങ്ങളുടെ എല്ലാവരെയും പ്രകടനം മെച്ചപ്പെട്ടതായിരുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്സിൽ. നമുക്ക് ഇതിന്റെ ബാലൻസ്, ഇപ്പൊ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, till then, bye. Okay. Thank you, Thank sir. you, sir. Thank you, Good sir. night, sir. Thank you, sir. Thank you, sir. Good night, sir. Okay, okay. Thank you, sir. Welcome.